ഹായ്. ഈ ഒരു പുതിയ പ്രൊജക്റ്റ് നമ്മളെ എറണാകുളം ജില്ലയിൽ കുണ്ടന്നൂർ മരടിലുള്ള പ്രൊജക്റ്റ് കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ ഒരു കാണുന്ന വീടില്ലേ, ഒരുപാട് മാസങ്ങൾക്ക് മുന്നേ നമ്മൾ ബുക്കിംഗ് ചെയ്ത സമയത്ത് നമ്മൾ സൈറ്റിൽ വന്നിട്ട് സംസാരിക്കുന്നതാണ്. ഇപ്പം ഈ ഒരു കാണുന്ന വീട് പൊളിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മളിവിടെ ഒരു പുതിയൊരു വീട് പണിയാൻ പോണത്. നല്ല സ്ഥലപരിമിതിയുള്ള കാരണം കൊണ്ടും നല്ലൊരു വീട് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതേപോലത്തെ ഒരു വീട് ഫുള്ളി പൊളിച്ചിട്ടാണ് നമ്മളെ രീതിയിൽ പുതിയൊരു ബിൽഡിങ് കയറുന്നത്. അപ്പോൾ സ്ഥല സൗകര്യങ്ങൾക്ക് അവർക്ക് പുതിയ മോഡലിനനുസരിച്ചിട്ട് മാറ്റാനായിട്ടും, അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ഒരു സ്ഥലത്തൊക്കെ സെൻറ്റിന് സ്വർണത്തിൻ്റെ വിലയിനേക്കാളും വലിയ വിലയുള്ള സ്ഥലമാണിത്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃപ്പൂണിത്തറയെന്ന് നമ്മൾ ഹൈവേയിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ കുണ്ടന്നൂർ ബ്രിഡ്ജിന് എത്തുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ടാണ് നമ്മൾ ലൊക്കേഷൻ വരുന്നത്. അതായത് ഏകദേശം ഇവിടുന്ന് ഹൈവേയിലേക്ക് ഒരു കഷ്ടി ഒരു 100-200 മീറ്റർ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. പിന്നെ മരട് പണ്ടേ ഫേമസ് ആണ്, കാരണം അനുമതി ഇല്ലാത്ത ചെയ്ത ബിൽഡിങ്ങുകൾ ബോംബ് ഇട്ട് തകർത്ത സ്ഥലമാണ്. അത് കാരണം കൊണ്ട് എല്ലാവർക്കും ഈ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ട് നല്ല അറിവുണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഈ പ്രൊജക്റ്റ് ചെയ്യണതിൻ്റെ തൊട്ടപ്പുറത്ത് ഏകദേശം കുറച്ച് ദൂരം അപ്പുറമാണ് ആ ബിൽഡിങ്ങുകൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നത്. എറണാകുളത്ത് പ്രൊജക്റ്റ് ചെയ്യുക പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും വലിയ സങ്കടം സ്ഥലപരിമിതിയാണ്. പക്ഷേ ഈ സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാലോ, ഇതിന് മുന്നേ നമ്മൾ എറണാകുളത്തെ സൈറ്റിലൊക്കെ നമ്മൾ വഴിയുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു റോഡ് അടിപൊളി വീതിയുള്ള റോഡാണ്. ഇതിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ വെച്ചാൽ, ഈ റോഡ് നിങ്ങളുടെ ലെഫ്റ്റ് കട്ട് ചെയ്തിട്ടാണ് നമ്മളെ സൈറ്റ് വരുന്നത്. പക്ഷേ ഈ ഒരു റോഡ് അത്യാവശ്യം നല്ല വീതിയുണ്ട്. അതുകൂടാണ്ട് ഇതൊരു പ്രൈവറ്റ് റോഡാണ്. അപ്പോൾ പ്രൈവറ്റ് റോഡായ കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ വെക്കണ ഈ വീടിൻ്റെ ഉടമസ്ഥനും അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിലൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം എന്ന് പറഞ്ഞാൽ പാടായിട്ട് കിടക്കുക. അപ്പോൾ ഇത്രയും സ്ഥലത്തിൻ്റെ ഒരു ഇതുണ്ടാവുകൊണ്ട് നമുക്ക് ആ ഒരു ഫീല് നമുക്കുണ്ടായിരിക്കില്ല. കാരണം മെയിനായിട്ട് നമുക്ക് മെറ്റീരിയൽസ് ഇടാനും അതുപോലെ തന്നെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാം. ഇതിന് മുന്നേ നമ്മൾ എറണാകുളത്ത് ചെയ്തത് ഒരുപാട് സാധനം നമ്മളെ അർബാനയിൽ ഏറ്റി കൊടുത്തിട്ടാണ് പ്രൊജക്റ്റ് ചെയ്തത്. ഇതിന് അങ്ങനത്തെ പ്രതിസന്ധികളൊന്നുമില്ല. പക്ഷേ പ്ലോട്ട് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സ്ഥലം നേരത്തെ നമ്മൾ കണ്ടിരുന്ന ആ വീടാണ്. ആ വീട് പൊളിച്ചതിന് ശേഷം ആകെയുള്ള സ്ഥലം ഇത്രയേ ഉള്ളൂ. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇന്നാണ് ബേസ്മെൻറ്റിൻ്റെ വർക്ക് തുടങ്ങുന്നത്. മണിയാണ് ഇതിൻ്റെ ബേസ്മെൻറ്റ് ഇടുന്നത്. അതുകൂടാണ്ട് നമ്മൾ ഈ ഒരു സാധനത്തിൻ്റെ സെറ്റ് ബാക്കും കാര്യങ്ങളും, കാരണം ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഉള്ള സൈറ്റിൽ നമ്മൾ കുറ്റിയടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കി എല്ലാ മതിലുകളും പൊളിക്കാനും പോവുക. അപ്പോൾ ഫ്യൂച്ചറിൽ സെറ്റ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് അതിൻ്റെ വീഡിയോസ് അടക്കം നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, ആകെ ഉള്ള സ്ഥലത്ത് ഇപ്പോൾ കണ്ടില്ലേ, ഈ അതിര് കാണുന്നതിൻ്റെ അതിനോട് ചാരിയിട്ട പില്ലേഴ്സും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഇവിടെ ഇപ്പോൾ JCBയിൽ കുഴിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ എല്ലാ വീഡിയോസ് എടുത്ത് വെക്കണത്. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്തില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ വലിയ ബിൽഡിങ് തകർത്ത പോലെ ഇവർക്കൊക്കെ ചെറിയ കാരണങ്ങൾ മതി ബിൽഡിങ്ങിന് വയലേഷൻ പറഞ്ഞിട്ട് നമ്പർ കിട്ടാണ്ടേക്കും പൊളിപ്പിക്കാനൊക്കെ നിൽക്കും. കാരണം അനുഭവം ഉണ്ട് ഞങ്ങളിതേപോലെ എറണാകുളത്ത് ചെയ്ത മുന്നേ ഒരു വീടിൻ്റെ സൺഷെയ്ഡ് വരെ കട്ട് ചെയ്തിട്ടാണ് അവർക്ക് വീട്ടിൻ്റെ നമ്പറും കാര്യങ്ങളും കൊടുത്തത്. അടുത്ത ആൾ ഒബ്ജക്ഷൻ ചെയ്തിട്ടാണ്. പക്ഷേ ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം നോർമലായിട്ടുള്ള സെറ്റ് ബാക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഒരു പുതിയ വീട് ചെയ്യണത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ബേസ്മെൻറ്റാണ്. അത് ഞാനിപ്പോൾ പറയാൻ കാരണം, ഇപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ ചോദിക്കും ബേസ്മെൻറ്റിന് എത്ര റേറ്റ് നിങ്ങൾ വേണമെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. ഈ JCBൻ്റെ 2 കയ്യിൽ വാരിയപ്പോൾ തന്നെ ഇവിടെ വെള്ളമാണ്. അറിയാലോ, എറണാകുളത്താണ്, കായലിൻ്റെ വക്കത്താണ്. അതുപോലെ തന്നെ കുറച്ചപ്പുറം പോയി കഴിഞ്ഞാൽ കടല. നമ്മളൊരു നാട്ടിൻ പുറത്ത് ഇരുന്നിട്ട് നല്ല ഉറച്ചുള്ള മണ്ണിൻ്റെ അവിടുന്ന് എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ വൈഫിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങളെ ബേസ്മെൻറ്റ് നിങ്ങളെന്താ ഇങ്ങനെ സംസാരിക്കണത്, വീടിൻ്റെ റേറ്റ് പറയുമ്പോൾ ബേസ്മെൻറ്റ് അടക്കമല്ലേ പറയുന്നുണ്ട്. എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പോൾ നേരത്തെ നിങ്ങൾ പ്ലോട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയായിരുന്നു ഭൂമിൻ്റെ അടിയിൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത്. സാധാരണ ഒരു വീഡിയോ കാണുമ്പോൾ ആർക്കും തോന്നില്ല, കാരണം എല്ലാം സ്ഥലമല്ലേ. ബേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ അടിസ്ഥാനമാണ്. അത് നമ്മൾ മണ്ണ് കുഴിച്ച് നോക്കുമ്പോൾ മാത്രമേ ഉള്ളൂ മണ്ണിൻ്റെ അടിയിൽ എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റുക. അല്ലാണ്ട് ഗണിക്കണ പണിക്കന്മാരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എനിക്കങ്ങനെ ഗണിക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ബേസ്മെൻറ്റിൻ്റെ പൈസ നമ്മളെ ഈ വീടിൻ്റെ സ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഞങ്ങളിപ്പോൾ ഈ കോൺക്രീറ്റ് രീതിയിലുള്ള വീട് കേരളത്തിലെ 13 ജില്ലകളിൽ ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് മണ്ണിൻ്റെ ഘടന. പല വീടിനും ബേസ്മെൻറ്റും വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോ വീടിനും അതിൻ്റേതായ രീതിക്കനുസരിച്ചിട്ട്, ഇപ്പോൾ ഇത് ഞങ്ങൾ വയനാട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ ബേസ്മെൻറ്റാണ്. ഞങ്ങളല്ല ചെയ്തത്, പുറത്തുനിന്നാണ് ചെയ്യിപ്പിച്ചത്. പക്ഷേ ഇവിടുത്തെ മണ്ണ് അത്യാവശ്യം നല്ല ഉറപ്പുള്ള മണ്ണായിരുന്നു. ഇതിപ്പോൾ നമ്മളെ കൊല്ലത്തുള്ള പ്രോജക്റ്റിൻ്റെ ബേസ്മെൻറ്റാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, വീഡിയോ കാണുന്ന ആൾക്കാർക്ക് തന്നെ അറിയാം, ഒരുപാട് വീഡിയോസിൽ പല രീതിയിലുള്ള ബേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബേസ്മെൻറ്റൊക്കെ അതാത് മണ്ണിൻ്റെ ഇതിനനുസരിച്ചിട്ട് നമുക്ക് നോക്കിയതിന് ശേഷം ഒരു നോർമൽ റേറ്റേ പറയാൻ പറ്റുള്ളൂ. കറക്റ്റ് എക്സാക്ട് റേറ്റ് എപ്പോഴാണ് ശരിക്കും പറയുന്നത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ,
ഇതുപോലെ കുഴിയെടുക്കുന്ന സമയത്താണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സാധാരണ ഒരു ഭൂമി കുഴിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഉറച്ച മണ്ണായിരിക്കും, അല്ലെങ്കിൽ ലൂസ് മണ്ണായിരിക്കും. ഇപ്പം ഇങ്ങനെ ഒരു മീറ്ററും പോലും ഇല്ല, 3 അടി താഴ്ചയിൽ വെള്ളം കാണുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ ഒരു മറ്റേ സാധാരണ എല്ലാവരും പറഞ്ഞ പോലെ കേരളത്തിൽ എവിടെ വീട് വയ്ക്കാനും 18 ലക്ഷം രൂപയ്ക്ക് ഫുൾ ഫിനിഷ് ഇൻറ്റീരിയൽ, അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് ഫുൾ ഫിനിഷ് ചെയ്യാൻ പറ്റും. എന്നെ കൊണ്ട് ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഇതേപോലത്തെ പല സ്ഥലങ്ങളിലും വീട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ബേസ്മെൻറ്റ് എങ്ങനെയാണോ അതിൻ്റെ റേറ്റ് വരുന്നതെന്ന് നമ്മൾ ഫിക്സ് ചെയ്യണതന്നെ നമ്മൾ ആ സ്ഥലത്ത് ബേസ്മെൻറ്റ് ചെയ്യണ സമയത്താണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ ഞാൻ ഇതിലൊരു 3-4 ബേസ്മെൻറ്റ് ഒരു വീഡിയോ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കട്ടപ്പനയിൽ ഞാൻ ചെയ്ത വീടിൻ്റെ നമ്മൾ ചെയ്ത ബേസ്മെൻറ്റാണ്. ഇവിടെ കുറ്റിയടിക്കാൻ പോലും എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ നിങ്ങൾ ഈ കരിങ്കല്ലിൽ റിട്ടേൺ വാൾ ചെയ്ത് കിടക്കുന്ന ആ സ്ഥലം മൊത്തം കരിങ്കല്ലായിരുന്നു, അത് പൊട്ടിച്ചെടുത്തിട്ടാണ് അവിടെ ചെയ്തത്. ഇത് നമ്മൾ കോട്ടയം മോനിപ്പള്ളിയിൽ ചെയ്തൊരു ബേസ്മെൻറ്റാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ മാതിരിയായിരിക്കും. അത് നോക്കിയിട്ടല്ലേ നമുക്ക് റേറ്റ് പറയാൻ പറ്റുള്ളൂ. ഈ എല്ലാ സ്ഥലത്തും ഒരു വീടിന് റേറ്റ് നിങ്ങൾ എങ്ങനെ ഫിക്സ് ചെയ്യണത്? എല്ലാ സ്ഥലത്തും ഒരേപോലെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ബേസ്മെൻറ്റിന് ഇപ്പോൾ ഈ സ്ഥലത്ത് വന്ന ബേസ്മെൻറ്റിൻ്റെ പൈസയാണോ ഇപ്പോൾ എറണാകുളത്ത് വരിക? അല്ലെങ്കിൽ എറണാകുളത്ത് എന്ന് പറഞ്ഞാൽ ജില്ലയിലാണ് കണക്കാക്കുന്നത്. ഇപ്പം ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റിന് ഇത് ചെയ്ത രീതിയിലായിരിക്കില്ല ചെയ്യുക. കാരണം ഇത് ഇവിടെ ചെയ്തിരുന്ന സമയത്ത് ഇത് കുഴിക്കുമ്പോൾ ഒരിക്കലും വെള്ളം കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായി കഴിഞ്ഞാൽ ആ ബേസ്മെൻറ്റ് തീർച്ചയായിട്ടും വെറൈറ്റി ബേസ്മെൻ്റ് ആയിരിക്കും. വെറൈറ്റി എന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ ബേസ്മെൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ പൈലിംഗ് ചെയ്യാൻ, എനിക്കറിയാം ആദ്യം അവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്നുള്ളത്. അപ്പോൾ പൈലിംഗ് ചെയ്യാനായിട്ട് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തായിരുന്നു. ഏകദേശം 12 പില്ലറായിരുന്നു പ്ലാനിൽ. ഇപ്പോൾ നമുക്ക് ഒരു 13 പില്ലേഴ്സ് വരുന്നുണ്ട്. ആ പില്ലേഴ്സിന് മൊത്തമായിട്ട് അവർ പറഞ്ഞത്, അന്ന് 12 പില്ലറിന് പറഞ്ഞത് 10 ലക്ഷം രൂപ. ചിലപ്പോൾ ഈ സ്ഥലത്തുള്ള ഒരുപാട് ആൾക്കാർ ഇതേപോലെ വീടിന് വേണ്ടിയിട്ട് പൈലിംഗ് ചെയ്ത് പില്ലർ ഇട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ഒരു ബിൽഡിങ്ങാണ് പണിയിച്ചാൽ എന്തായാലും പൈലിംഗ് ആവശ്യമാണ്. ഇതിപ്പോൾ ഒരു നിലയുള്ള വീടായ കാരണം കൊണ്ട്, അതായത് ഗ്രൗണ്ടും ഫസ്റ്റുള്ള ഒരു വീടായ കാരണം കൊണ്ട് പൈലിങ്ങിൻ്റെ ആവശ്യമില്ല. 10 ലക്ഷം രൂപയാണ് പൈലിങ്ങിന് മാത്രം. പിന്നെ പ്ലിന്തിന് വേറെ എക്സ്പെൻസ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ അത്രയൊന്നും എക്സ്പെൻസ് ഇല്ലാണ്ട് നല്ല സ്ട്രോങ് തന്നെയാണ് ഈ പ്ലിന്ത് ചെയ്യാൻ പോണത്. അത് നിങ്ങൾക്ക് വീഡിയോ ബാക്കി ഇതിൻ്റെ വീഡിയോ വരുന്ന സമയത്ത് കാണും ചെയ്യാം. അതുകൂടാണ്ട് നമ്മൾ ബേസ്മെൻറ്റ് ചെയ്യണ ഒരു വീടിന്, ആ വീടിന് എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും അത് നമ്മൾ ഉത്തരവാദിത്തമാണ്. അപ്പോൾ സ്ഥിരം നമ്മളെ വീഡിയോ കാണുന്ന ഫോളോവറും കൂടിയാണ്. അതുകൊണ്ടാണ് അവർ ബേസ്മെൻറ്റ് അവരോട് എങ്ങനെയും ഇടാൻ പറഞ്ഞിട്ട് അവർ ഇടാണ്ട്, ഞങ്ങൾ എത്രയും ദിവസം ആ വീട് പൊളിച്ചിട്ട് അവർ റെൻറ്റിന് താമസിക്കുന്നത്, നമ്മളെ വർക്കേഴ്സിന് വേറെ റെൻറ്റിന് ഹോം എടുത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ സമയത്തിനനുസരിച്ചിട്ട് അവർ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളെയും കൊണ്ട് ചെയ്യിക്കാനുള്ള കാരണം എന്തെന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഈ ഒരു കാണുന്ന സ്ഥലത്തും നമ്മൾ ഏകദേശം ഒരു 6-7 മാസം കഴിയുമ്പോഴേക്ക് നമ്മളിത് 2 നില വീടാക്കിയിട്ട് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ, അതിൻ്റെ ഇടയിൽ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ ഇതേപോലത്തെ ചതുപ്പ് നിലത്തിൽ എങ്ങനെയാണ് ഒരു പ്ലിന്ത് ഉണ്ടാക്കുക എന്നുള്ളത്, കോൺക്രീറ്റ് വീട് നിർമ്മാണത്തിൽ ഞങ്ങൾ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കാണാം.